ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വയസ്സ് തികഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, പാകിസ്ഥാന് നഷ്ടമുണ്ടായിട്ടുണ്ട്, ഇന്ത്യക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്, പാകിസ്ഥാന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. എന്നാൽ രണ്ടുപേർ തമ്മിലുള്ള ശണ്ടയ്ക്കിടയിൽ കടന്നുകൂടി കൈപൊള്ളിയ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേരാണ് തുർക്കി. ഇവിടെ ചിന്താ ജെറോമിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇസ്താംബൂൾ ഉൾപ്പെട്ട രാജ്യമാണ് തുർക്കി. തുർക്കിക്ക് സംഭവിച്ചത് അന്ധമായ ഹിന്ദു വിരോധം കൊണ്ട്, പാകിസ്ഥാനെ സഹായിക്കാമെന്നുള്ള സതുദ്ദേശം കൊണ്ട് പാകിസ്ഥാൻ ആവശ്യമായിട്ടുള്ള ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും വെടിക്കോപ്പുകളും കപ്പൽ വഴിയും വിമാനം വഴിയും പാകിസ്ഥാനിൽ എത്തിച്ചു കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒരു സംഭവം. ഇത് ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഇന്ത്യക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഇന്ത്യ സൗഹൃദം സൂക്ഷിക്കുന്ന അനവധി ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അതിലൊരു ഇസ്ലാമിക രാജ്യമായിട്ട് മാത്രമായിരുന്നു ഇന്ത്യ തുർക്കിയെ കണ്ടിരുന്നത്. ഒരു യൂറോപ്യൻ രാജ്യമായ തുർക്കി മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെ പോലെ അല്ല. വ്യോമയാന രംഗത്തും അത് സംബന്ധിച്ച രംഗങ്ങളിലും പാർട്സിലുമൊക്കെ ലോകത്തെ എണ്ണം പറഞ്ഞ ഒരു രാജ്യമാണ് തുർക്കി. അവർക്ക് ആ ബ്രിട്ടനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അവർക്ക് ടെക്നോളജി പല പ്രാവശ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ടെക്നോളജി അവർ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിലെ വിമാനങ്ങളുടെ സർവീസിങ്ങും ഓവറാളിങ്ങും ഒക്കെ അവർ ചെയ്യുന്നത് ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. എന്തായാലും തുർക്കിയുടെ ഗ്ലൗസ് ഇട്ട കൈ നമ്മൾ മനസ്സിലാക്കിയതോടെ, ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കിയുടെ കൈകൾ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കിയതോടെ നമ്മൾ തുർക്കിയുമായിട്ടുള്ള ബന്ധം നല്ലവണ്ണം ഉലഞ്ഞു. തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതി നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തുർക്കിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനകത്ത് നമുക്ക് പാടൊന്നുമില്ല, കാര്യം നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതി വളരെ കുറഞ്ഞു. ഇവിടെ ഇതൊന്നുമല്ല വിഷയം. ഇന്ത്യയിലെ ഏകദേശം 9ഓളം വിമാനത്താവളങ്ങളിൽ വിമാനങ്ങളുടെ സർവീസിംഗ് നടത്തിക്കൊണ്ടിരുന്നത് സെലബി എന്ന് പറയുന്ന തുർക്കി കമ്പനിയാണ്. ഇന്ത്യയിലെ 9ഓളം വിമാനത്താവളങ്ങളിൽ, അത് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളാണ്, ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ തുടങ്ങിയ വിമാനത്താവളങ്ങളിലെ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പും അവയുടെ സർവീസിങ്ങും ഓവറാളിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് സെലബി. ഈ സെലബി എന്ന് പറയുന്ന കമ്പനിയുടെ വർത്ത് ഏകദേശം $500 മില്യൺ ആയിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് അവർക്കുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചു. ഒരു രാജ്യത്തെ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിക്കുന്നതോടെ ആ രാജ്യത്ത് ഒരു മേഖലകളിലും ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നു. 10,000-ഓളം ജോലിക്കാരെ ഒരു ദിവസം കൊണ്ട് അവർക്ക് പിരിച്ചുവിടേണ്ടിയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടി വന്നു. അതിനെതിരായിട്ട്, ഈ നടപടിക്കെതിരായിട്ട് അവർ ഹൈക്കോടതിയിലൊക്കെ പോയി. ഹൈക്കോടതി പറഞ്ഞ രാജ്യസുരക്ഷയാണ് പ്രധാനം, ഇക്കാര്യത്തില് നീതിന്യായത്തില് പ്രതിരോധ കാര്യങ്ങളിലൊന്നും നമുക്ക് നീതിന്യായത്തിലൊന്നും പറയാനില്ല. നിങ്ങളുടെ ഒരു ഇന്ത്യൻ കമ്പനി എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാമായിരുന്നു. ഒരു ഫോറിൻ കമ്പനി, അത് പ്രത്യേകിച്ചും ഈ ജഡ്ജിമാരും കൂടെ കണ്ടതാണ്, തുർക്കി ഡ്രോണുകളാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തിച്ചത്. ആ ഒരു രാജ്യത്തെ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കത്തക്ക രീതിയിൽ അവർക്ക് ബിസിനസ് കൊടുക്കേണ്ട ആവശ്യം ഇന്ത്യക്കില്ല എന്ന് മനസ്സിലാക്കി കോടതി നിർദാക്ഷിണ്യം അവരുടെ പെറ്റീഷൻസ് തള്ളിക്കളഞ്ഞു. ഏകദേശം 4,700 കോടി രൂപ നഷ്ടത്തില് ആ കമ്പനി ഇപ്പോൾ നിലവിളിക്കുകയാണ്. ആ രാജ്യവും നിലവിളിക്കുകയാണ്. ആ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ഇല്ലാതായി. മറ്റു പല രാജ്യങ്ങളിലും അവരുടെ ബിസിനസ്സിന് ഇടിവ് വന്നിട്ടുണ്ടായി. മാത്രമല്ല, ഇന്ത്യയിൽ നടന്നിട്ടുള്ള മറ്റ് അപകടങ്ങളുമായിട്ട് ഈ രാജ്യത്തിനോ ഈ രാജ്യത്തിന്റെ കമ്പനിക്കോ അതിന്റെ പ്രവർത്തകർക്കോ എന്തെങ്കിലും കൈകളുണ്ടോ എന്നുള്ള കാര്യവും ഇന്ത്യ ഗവൺമെന്റ് വളരെ വിശദമായിട്ട് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇന്ത്യക്കെതിരായിട്ട് പൊങ്ങുന്ന കൈകൾ വെട്ടാൻ ഇന്ത്യൻ സർക്കാർ സദാ സന്നദ്ധമായി നിൽക്കുന്നു. ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രാലയം കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. നന്ദി, നമസ്കാരം.